ഹരേ കൃഷ്ണ. ഭാഗവതത്തിലെ അവതാര പരമ്പരയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത്രി മഹർഷിയുടെയും അനസൂയദേവിയുടെയും പുത്രനായി അവതരിച്ച ത്രിമൂർത്തി ചൈതന്യമായിട്ടുള്ള ദത്താത്രേയ സ്വാമിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. അപ്പം ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 3-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകപ്രകാരം ഭഗവാന്റെ 7-ാമത്തെ അവതാരമാണ് ആര്? യജ്ഞൻ. ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ നടന്ന, എന്നാൽ ഇന്നത്തെ കാലത്ത് അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഈ ദിവ്യ അവതാരത്തിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും ഏതാണ്? അവതാരം യജ്ഞൻ. 7-ാമത്തെ അവതാരമായിട്ടുള്ള യജ്ഞൻ എന്ന അവതാരം പ്രപഞ്ച സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ നടന്ന, എന്നാൽ ഇന്നത്തെ കാലത്ത് അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഈ ദിവ്യ അവതാരത്തിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും ലീലകളും പിന്നെയോ അത്ഭുതപ്പെടുത്തുന്ന പ്രപഞ്ച നിയമങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് ആ ശ്ലോകത്തിലോട്ട് പോകാം. തദ സപ്തമ ആകൂത്യാം രുചേരജ്ഞോ ഭൃജായത സസ്യാമാധ്യൈ സുരഗണൈർ അഭാസ്വായം ഭുവാന്തരം. തദ സപ്തമ ആകൂത്യാം, ഭഗവാന്റെ 7-ാമത്തെ അവതാരം ആരായിരുന്നു? യജ്ഞനായിരുന്നു. രുചേർ യജ്ഞോ ഭൃജായത, പ്രജാപതിയായ രുചിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ ആകൂതിയുടെയും മകനായാണ് ആര്? ഭഗവാൻ അവതരിച്ചത്. പിന്നെയോ തനിക്കുണ്ടായ യാമൻ എന്ന് തുടങ്ങുന്ന ദേവഗണങ്ങളുടെ പുത്രന്മാരുടെ സഹായത്തോടെ അദ്ദേഹം സ്വയംഭൂവ മന്വന്തരം മുഴുവൻ പ്രപഞ്ചത്തെ പരിപാലിക്കുകയും ഭരിക്കുകയും ചെയ്തു. അപ്പം ഭഗവാന്റെ അവതാരങ്ങൾ പൊതുവെ നമ്മൾ യുഗാവതാരങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അല്ലേ? കൃത, ത്രേത, ദ്വാപര, കലി തുടങ്ങിയ യുഗങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ത് നമ്മൾ ഭഗവാന്റെ അവതാരങ്ങൾ പൊതുവെ കാണാറുള്ളത്. എന്നാൽ യജ്ഞാവതാരം നടക്കുന്നത് ഒരു പ്രത്യേക യുഗത്തിലല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ കാലഗണനയിലെ ഏറ്റവും വലിയ അളവായിട്ടുള്ള എവിടെ? മന്വന്തരത്തിലാണ്. ഭാരതീയ അല്ലെങ്കിൽ സനാതന ധർമ്മ ശാസ്ത്രപ്രകാരം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് എത്ര മന്വന്തരങ്ങളാണ്? 14 മന്വന്തരങ്ങൾ ചേർന്നതാണ്. അപ്പം അതിലെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിൽ, അതായത് സ്വയംഭൂവ മന്വന്തരത്തിൽ, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് അധികം വൈകാതെ വ്യവസ്ഥിതികൾ രൂപപ്പെടുന്ന ആ കാലത്താണെന്ത് ഭഗവാൻ യജ്ഞനായി അവതരിക്കുന്നത്. ഇപ്പോൾ തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളുമൊക്കെ ഒന്ന് റെഡിയാക്കി വരാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണല്ലേ, എല്ലാ സൃഷ്ടികളും നടത്തുന്നതിന് മുമ്പായിട്ടൊക്കെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ നടത്തുന്ന കാലഘട്ടം. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ സ്വയംഭൂവ മന്വന്തര കാലഘട്ടത്തിലാണെന്ത് ഈ വ്യവസ്ഥിതികളൊക്കെ രൂപപ്പെടുന്ന ആ കാലത്താണെന്ത് ഭഗവാൻ യജ്ഞനായിട്ട് അവതരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ പുത്രനായ ബ്രഹ്മാവിൻ്റെ പുത്രിയായിട്ടുള്ള ആകുതിയുടെയും പ്രജാപതിയായ രുചിയുടെയും മകനായാണ് ആര്? ഭഗവാൻ ജനിച്ചത്. അതായത് ആദ്യത്തെ മനുവായ സ്വയംഭൂവ മനുവിൻ്റെ മകളുടെ മകൻ കൂടിയാണ് ആര്? ഭഗവാൻ യജ്ഞൻ. ഈ അവതാരത്തിന് പിന്നിൽ പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് കഠിനമായിട്ടുള്ള ഭക്തിയുടെ ബലം. ബ്രഹ്മാവിൻ്റെ പുത്രനായ പ്രജാപതി രുചിയും പത്നിയായ ആകൂതിയും ഭഗവത് ദർശനത്തിനായി കഠിനമായ തപസ്സനുഷ്ഠിച്ചു. അവരുടെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ അവർക്ക് പുത്രനായി ജനിക്കാമെന്ന് വരം നൽകുകയായിരുന്നു. പിന്നെ 2-ാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പരിപാലനം. ഇപ്പോൾ സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയുടെ പ്രാരംഭഘട്ടമായതിനാൽ പ്രപഞ്ചത്തിൽ ധർമ്മത്തെയും വ്യവസ്ഥിതിയെയും നിലനിർത്താനും അസുരശക്തികളിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കാനും ശക്തനായ ഒരു ഭരണാധികാരിയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ദൗത്യമാണ് ആര്? ഭഗവാൻ ഇവിടെ ഏറ്റെടുക്കുന്നത്. അപ്പം
യജ്ഞാവതാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു എന്താണ്, ഇരട്ട അവതാരം ആയിരുന്നു എന്നതാണ്. പ്രജാപതി രുചിയുടെയും ആകൂതിയുടെയും ഗർഭത്തിൽ നിന്ന് ആകൂതിയുടെ ഗർഭത്തിൽ നിന്ന് ഒരേ സമയം രണ്ട് ചൈതന്യങ്ങൾ ഉദയം ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ. എന്താണ് ഇനി പറയാൻ പോകുന്ന കാര്യം? ഈ മനുഷ്യരുടെ കുടുംബ ബന്ധങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കരുത്. ഇത് ആരുടെയാണ്? ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും ദിവ്യ പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു ദിവ്യ ലീലയാണ്. സാധാരണ ജീവാത്മാക്കളുടെ ലൗകികമായിട്ടുള്ള ജനനമോ രക്തബന്ധമോ അല്ല. ഒന്ന്, ഭഗവാൻ തന്നെ എന്താണ്, ആരായിട്ട്? യജ്ഞൻ. രണ്ട്, ലക്ഷ്മി ദേവി ആരായിട്ട് വന്നു? ദക്ഷിണയായിട്ട് വന്നു. അതിനുശേഷം ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ യജ്ഞനും ദക്ഷിണയും ദിവ്യ ദാമ്പത്യ ലീലയില് ഒന്നിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ യജ്ഞനും ദക്ഷിണയും ആരാണ്? സഹോദരങ്ങളായിട്ട് ജനിച്ചു, പിന്നീട് വിവാഹിതരായി എന്ന് കേൾക്കുമ്പോൾ ഭൗതികമായ അർത്ഥത്തില് അല്ലെങ്കിൽ മനുഷ്യ സഹജമായ രക്തബന്ധങ്ങളുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്കൊരു സംശയം തോന്നാൽ, എന്നാൽ ഓർക്കുക, ഇത് മനുഷ്യരുടെ ലൗകിക ബന്ധമല്ല. പിന്നെ ഭാഗവത പ്രകാരം ഇത് സാധാരണ ജീവികളുടെ വിവാഹമല്ല. സകല ലോകങ്ങളുടെയും നാഥനായ ഭഗവാനും മഹാലക്ഷ്മിയും ഭൂമിയിൽ പ്രത്യേക ലീലയ്ക്കായി പ്രകടമായ ദിവ്യരൂപങ്ങളാണ്. ആ ലീലയ്ക്കായി വന്നപ്പോൾ ആ പ്രകടമായിട്ടുള്ള ദിവ്യരൂപങ്ങളാണെന്ത്? ദക്ഷിണയും അല്ലെങ്കിൽ യജ്ഞനുമായിട്ട്. അപ്പം അതിനാൽ മനുഷ്യരുടെ ജൈവബന്ധങ്ങളുടെ നിയമങ്ങൾ ഈ ദിവ്യലീലയിൽ പ്രയോഗിക്കാനാകില്ല. ഹൈന്ദവ ദർശനപ്രകാരം, സനാതന ദർശനപ്രകാരം എന്താണ്? യജ്ഞം എന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. ദക്ഷിണ എന്നാൽ ആ കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയും പിന്നെയോ സമർപ്പണവുമാണ്. അപ്പം ദക്ഷിണയില്ലാതെ യജ്ഞം ദക്ഷിണയില്ലാത്ത യജ്ഞം എന്താണ്? അപൂർണമാണ്. കർമ്മമില്ലാതെ ഫലമില്ലാത്തതുപോലെ. അപ്പം ഈ രണ്ട് തത്വങ്ങളും പരസ്പരം ചേരുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചചക്രം മുന്നോട്ട് പോകൂ എന്ന പ്രപഞ്ച സത്യത്തെ പ്രതീകാത്മകമായി കാണിക്കാനാണ് യജ്ഞനും ദക്ഷിണയും ഒന്നായത്. അതുകൊണ്ട് ഇതിനെ ലൗകികമായിട്ടുള്ള കണ്ണുകളിലൂടെയല്ല, ഉന്നതമായിട്ടുള്ള തത്വചിന്തയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കുന്നത്, നമ്മൾ പലപ്പോഴും പുരാണങ്ങളില് ഇന്ദ്രനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാറുണ്ടല്ലേ. അത് അടുത്ത സംഭവത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം എന്നാൽ ഇന്ദ്രൻ എന്നത് സ്വർഗാധിപതിയുടെ ഒരു പദവി അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ്. അപ്പം നമ്മുടെ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിമാർ മാറുന്നത് പോലെ ഓരോ മന്വന്തരം കഴിയുമ്പോഴും ഈ ഇന്ദ്രന്മാര് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്, അതൊരു വ്യക്തി അല്ല എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്നത് 7ാമത്തെ വൈവസ്വത മന്വന്തരമാണ്. ഈ കാലഘട്ടത്തില് ആ ഇന്ദ്രന്റെ പേരാണെന്ത്? പുരന്ദരൻ എന്നാണ് ആ ഇന്ദ്രന്റെ പേര്. അപ്പം സാധാരണയായിട്ട് കഠിന തപസ്സും 100 അശ്വമേധ യാഗങ്ങളും ചെയ്യുന്ന പുണ്യാത്മാക്കൾക്കാണെന്ത്? ആ ജീവാത്മാക്കളാണ് അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപദവിയിലേക്ക് ഉയർത്തപ്പെടാറുള്ളത്. എന്നാൽ 1ാമത്തെ മന്വന്തരമായ സ്വയംഭൂവ മന്വന്തരത്തിൽ ഒരു പ്രത്യേകതയുണ്ടായി. എന്താണത്? ആ പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കമായതുകൊണ്ട് ആ പദവിയിലേക്ക് വരാൻ തക്ക യോഗ്യതയുള്ള ജീവാത്മാക്കള് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം ഈ സാഹചര്യത്തിലാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ നേരിട്ട് യജ്ഞൻ എന്ന അവതാരമെടുത്ത് ആ മന്വന്തരത്തിലെ ഇന്ദ്രപദവി ഏറ്റെടുത്തത്. 14 മന്വന്തരങ്ങളില് ഭഗവാൻ നേരിട്ട് ഇന്ദ്രനായി സിംഹാസനത്തിലിരുന്ന് ഭരണം നടത്തിയ ഒരേ ഒരു കാലഘട്ടം ഈ സ്വയംഭൂവ മന്വന്തരം മാത്രമാണ്. മറ്റു മന്വന്തരങ്ങളിലെല്ലാം ഭഗവാൻ അംശാവതാരമായിട്ട് വന്നിട്ട് ഇന്ദ്രനെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഭഗവാൻ തന്നെയാണ് ആര്? രാജാവായിട്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊരു പുതിയ അറിവായിരിക്കാം.
അല്ലേ? അപ്പം ഇനി പറയാൻ പോകുന്നതും എന്താണ്? യാമൻ. നമ്മൾ യാമനെ കുറിച്ച് പറഞ്ഞിരുന്നു, മക്കൾ, യാമൻ തുടങ്ങിയ മക്കൾ. അപ്പം ഈ യാമൻ എന്ന് കേൾക്കുമ്പോഴും നമ്മൾ ആദ്യം ഓർക്കുക ആരാണ്? മരണദേവനായിട്ടുള്ള ധർമ്മരാജാവിനെ ആയിരിക്കും. എന്നാൽ ഭാഗവതത്തിലെ ഈ 7ാമത്തെ അവതാര കഥയിൽ പറയുന്ന യാമന്മാർ ആരാണ്? ഈ മരണദേവനല്ല. അവർ സ്വയംഭൂവ മന്വന്തരത്തിലെ പ്രധാന ദേവഗണങ്ങളാണ്. ഭഗവാൻ യജ്ഞന് തൻ്റെ പത്നിയായ ദക്ഷിണയിൽ 12 പുത്രന്മാർ ജനിച്ചു. ശ്രീമദ് ഭാഗവതം 4ാം സ്കന്ധം 1ാം അധ്യായത്തിലെ 7ാം ശ്ലോകപ്രകാരം എന്താണ്? ഇവരുടെ പേരുകൾ ഇപ്രകാരമാണ്. ഏതാണ്? തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തൻ, ഇസ്പതി, വിഭു, സ്വാഹൻ, ദേവവർദ്ധനൻ, ഊർജൻ, ഈശൻ, വത്സലൻ. അപ്പം ഈ പേരുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത്? തോഷൻ, സന്തോഷൻ, ശാന്തൻ തുടങ്ങിയ പേരുകളെല്ലാം എന്താണ്? സന്തോഷം, സമാധാനം, തൃപ്തി എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ യജ്ഞന്റെയും ദക്ഷിണയുടെയും സാന്നിധ്യത്തിൽ നിന്ന് പ്രപഞ്ചത്തിന് ലഭിച്ച ദിവ്യ ഗുണങ്ങളാണ് ദേവരൂപത്തിൽ അവതരിച്ചത് എന്ന്. അപ്പം ആ ദിവ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷവും സമാധാനവും തൃപ്തിയും എന്നൊക്കെ തന്നെ. അപ്പം ഒരു രാജാവിന് ഭരിക്കാൻ മന്ത്രിമാരും സൈന്യവും വേണം. അപ്പം ഭഗവാൻ യജ്ഞൻ ഇന്ദ്രനായി ഭരണം നടത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന സഹായികളും ദേവന്മാരുടെ സൈന്യവുമായി നിന്നത് സ്വന്തം പുത്രന്മാരായ ഈ യാമദേവന്മാരാണ്. അപ്പം ഇവരുടെ സഹായത്തോടെ ഭഗവാൻ പ്രപഞ്ചത്തെ ഉപദ്രവിച്ചിരുന്ന അസുരന്മാരെയും രാക്ഷസന്മാരെയും നിഗ്രഹിച്ച് ആ മന്വന്തരം മുഴുവൻ സമാധാനത്തോടെ പരിപാലിച്ചു. അപ്പം ചുരുക്കത്തിൽ വെറുമൊരു ഹോമാഗ്നിയല്ല ആര്? യജ്ഞൻ. മറിച്ച് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ കർമ്മവ്യവസ്ഥയാണ് താനെന്ന് കാണിച്ചു തരാനാണ് ഭഗവാൻ യജ്ഞസ്വരൂപനായിട്ട് അവതരിച്ചത്. ഈ 7ാമത്തെ അവതാരം നമ്മെ പഠിപ്പിക്കുന്നത് ലോക നന്മയ്ക്കായി നമ്മൾ ചെയ്യുന്ന സ്വാർത്ഥതയില്ലാത്ത എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ് എന്നാണ്. ഭഗവാൻ തന്നെ യജ്ഞസ്വരൂപനായി വന്ന് ലോകത്തെ പരിപാലിച്ചതുപോലെ നമ്മളും നമ്മുടെ കർമ്മങ്ങൾ ഈശ്വരന് സമർപ്പിച്ച് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് 8ാമത്തെ അവതാരമായ ഭഗവാൻ ഋഷഭദേവനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഹരേ കൃഷ്ണ.